ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പറഞ്ഞൊരു കാര്യമാണ്, 15 വർഷത്തിന് ശേഷം PSCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. ഒരുപാട് വർഷങ്ങൾക്കും അല്ലെങ്കിൽ ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾക്കും എല്ലാം ശേഷം നിലവിൽ ഈ ഒരു പോസ്റ്റുമായിട്ട് അല്ലെ നമ്മുടെ KCB ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ വേക്കൻസി കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാനായിട്ട് KCBക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 985 ഒഴിവുകളാണ് ഇത്തവണ ഈ ഒരു വേക്കൻസിയുടെ ഭാഗമായിട്ട് KCB നിലവിൽ ഇതുവരെ മാത്രം എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇനിയും കൂടുതൽ വേക്കൻസീസ് ഉറപ്പായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടും. എന്തായാലും 1000-ൽ കൂടുതൽ നിങ്ങൾ നടക്കാനായിട്ട് പോകുന്ന ഒരു പോസ്റ്റാണ്. 2011 അവസാനമായിട്ട് ഈ ഒരു വേക്കൻസിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ ഒരു സ്റ്റേറ്റസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ കുറച്ചധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ യോഗ്യതയിലാണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ പരിധിയിലാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ആർക്കൊക്കെയാണ് ഇതിനെ അപേക്ഷ ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽഡ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അറിയാവുന്ന പോലെ തന്നെ KCBയുടെ ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മസ്ദൂർ വേക്കൻസി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. അതായത് ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനങ്ങളുടെ ലിസ്റ്റുകളെല്ലാം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണ്. 2011 അവസാനമായിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലെ. 15 വർഷങ്ങൾക്ക് മുൻപാണ് ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്പൊ നിലവിലെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ മാസത്തോടുകൂടി 2026 ഏപ്രിൽ അവസാനത്തോടു കൂടി പുതിയ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വർഷം അല്ലെങ്കിൽ മെയ് ആദ്യത്തോടു കൂടി ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരാം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിലത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് 985 വേക്കൻസീസ് ആണ് നിലവിൽ ഇതുവരെ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ KCB PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എല്ലാ ജില്ലകളുമായിട്ട് 4020 അഡ്വൈസുകളാണ് ലാസ്റ്റ് അഡ്വൈസിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നത്, ആകെ പോയിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. 2011 വന്ന ലിസ്റ്റിൽ 4020 നോട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞു, അഡ്വൈസ് ഓൾറെഡി പോയി കഴിഞ്ഞു. ഓരോ മൊത്തത്തിൽ എല്ലാ ജില്ലയിലായിട്ട് 4020 അഡ്വൈസ് പോയി കഴിഞ്ഞു. അപ്പൊ നിലവിൽ 985 വേക്കൻസിയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ പോലും എക്സാം നടക്കുന്ന കാലാവധിയെ കൊണ്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, 1000+ എന്നുള്ളത് ഷുവർ ആണ്. ബാക്കി എത്രയാണെന്നുള്ള ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കൂടുതലൊരു ധാരണയും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെ. അപ്പൊ നിലവിൽ 985 വേക്കൻസി ആണ്. അപ്പൊ എന്തായാലും 1000+ നിയമനം നടക്കാൻ പോകുന്ന ഒരു പരീക്ഷ തന്നെയാണ് ഇത് KCBയുടെ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തിക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 15 വർഷത്തിന് ശേഷം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നേരത്തെ ഇല്ലാതിരുന്ന പല കാര്യങ്ങളിലും ഒരുപാട് വ്യത്യാസങ്ങൾ, യോഗ്യതയുടെ കേസിലാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കേസിലാണെങ്കിലും കുറച്ചധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് നടക്കുന്ന എക്സാമിന് ക്വാളിഫിക്കേഷൻ അന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ SSLC ക്വാളിഫൈ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ സമയത്ത് ഉണ്ടായിരുന്നു അല്ലെ. SSLC ക്വാളിഫൈ ചെയ്തവർക്ക് അല്ലെങ്കിൽ 10ാം ക്ലാസ് ജയിച്ച ആർക്കും ഈ പോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പൊ SSLC ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പറ്റിയതിനുള്ള വ്യത്യാസമാണ്. പക്ഷേ ഇത്തവണ വരുമ്പോഴത്തേക്ക് നിലവിലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡുകളിലെ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ആർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ ക്വാളിഫൈഡ് അല്ലാത്ത ജോബുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ കൺഫർമേഷൻ വരുമ്പോൾ നമുക്ക് പണി കിട്ടും, അയോഗ്യത അടക്കമുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ചാടി കയറി അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങളത് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. SSLC ക്വാളിഫിക്കേഷനും അതോടൊപ്പം ഇലക്ട്രീഷ്യൻ വയർമാൻ ട്രേഡുകളിലെ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതിനോടൊപ്പം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരിക്കലും ഒരു ഓഫീസ് വർക്ക് അല്ല ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുന്നത്. എന്തല്ല, നമുക്കറിയാം ഈ ലൈൻമാൻ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ്, പിന്നീട് ഒരു ഫീൽഡ് വർക്കാണ്. ഇപ്പൊ ലൈൻമാൻ ഒക്കെ പോയിട്ട് ഫീൽഡ് വർക്ക് തന്നെയാണ് എന്തിനും വരിക, ഇലക്ട്രിസിറ്റി വർക്കറിന്റെ കേസിലും വരിക അല്ലെ. അപ്പോൾ ഒരിക്കലും ഒരു ഓഫീസ് ജോബോ കാര്യങ്ങളോ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഉണ്ടാകും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടാകാം അല്ലെ. അപ്പൊ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ മെയിൽ കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ 157.48 സെന്റിമീറ്റർ, അതായത് 5 അടി 2 ഇഞ്ചാണ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വനിതകൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. പക്ഷെ നിലവിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇത്തവണത്തെ വനിതകൾക്കും എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വനിതകൾക്കും പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോൾ അവിടെ സൈക്കിൾ സൈക്കിൾ നോളജ് എന്നുള്ളത്, അല്ലെങ്കിൽ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും പറഞ്ഞതിന് കേസായിരുന്നു. സൈക്കിൾ മാൻഡേറ്ററി ആയിരുന്നു, സൈക്കിൾ ഓടിക്കാൻ അറിയാന്നുള്ള മാൻഡേറ്ററി ആയിരുന്നു. പക്ഷെ ഇത്തവണ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുതുതായിട്ട് പറഞ്ഞിട്ടില്ല. അത് മാൻഡേറ്ററി അല്ല എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാം, വനിതകൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക്, അല്ലെ നേരത്തെ പുരുഷന്മാർക്ക് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തവണ വനിതകൾക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പുരുഷന്മാർക്ക് 187.48 സെന്റിമീറ്ററും വനിതകൾക്ക് 144.78 സെന്റിമീറ്റർ, 4 അടി 9 ഇഞ്ചുമാണ് എന്ത് മിനിമം ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇതിനകത്ത് കുറച്ചും കൂടെ കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക, എന്തായാലും ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഒരു കായികക്ഷമത പരീക്ഷ ഉണ്ടാകാനുള്ള സാധ്യത
വളരെ കൂടുതലാണ്. അത് 8 മിനിറ്റിൽ ഒരു 9 മീറ്റർ പോള് കയറുക എന്നുള്ളതൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് മനസ്സിലാക്കി ഇരിക്കുക അല്ലെ. 15 വർഷത്തിന് ശേഷമാണ് വരുന്നത്. ഈ പറയുന്ന പോലെ എന്തായാലും 1000+ എന്നുള്ള ഷുവർ ആണ്. ബാക്കിയൊക്കെ ഇനി വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പറയാനായിട്ട് വരും. കാരണം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 4020 അഡ്വൈസ് ആണ് ആകെ പോയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ യോഗ്യതയിലും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്ന അല്ലെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷനിൽ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് തന്നെയാണ് ഈ KSEB മസ്ദൂർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വർക്കർ പോസ്റ്റിലേക്ക് ജോലി അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സിലബസിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ ഡീറ്റെയിൽഡ് സിലബസിന്റെ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഉടനെ ചെയ്യാം. അതുപോലെ ഒരു ഒഫീഷ്യൽ സിലബസ് എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുമെങ്കിലും എക്സ്പെക്ടഡ് സിലബസ് എന്താണ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ എന്തൊക്കെയാണ് ചോദിച്ചതെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ട് നമുക്ക് കിട്ടാം. അപ്പോൾ നോർമൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഈ പറയുന്നത് IT ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നമുക്ക് എന്തുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ അല്ല, നിങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതിന്റെ സിലബസ് ബേസ് ചെയ്ത് തന്നെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ KSEB മസ്ദൂർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വർക്കർ ജോബിന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്കുള്ള KSEB മസ്ദൂർ പോസ്റ്റിലേക്കുള്ള നമ്മുടെ ബാച്ച് നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്കറിയാം മറ്റ് എക്സാമുകൾക്ക് പഠിക്കുന്ന പോലെയല്ല, ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ജോബ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ച്, ഈ ഒരു കോഴ്സിന് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം, എത്ര പഠിക്കണം, അങ്ങനത്തെ കൺസേൺസ് ഒന്നും വേണ്ട. അതിന്റെയൊക്കെ ക്ലാസ്സും നോട്ട്സും കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മോക്ക് ടെസ്റ്റ് റെഗുലർ ബേസിൽ വീക്ക്ലി ബേസിൽ നമ്മൾ മോക്ക് ടെസ്റ്റും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എക്സ്പേർട്ട്, നമുക്കറിയാലോ ഈ ഒരു എക്സ്പെർട്ട് ഫാക്കൽറ്റീസിന്റെ സഹായമെല്ലാം ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. സോ ഓരോ സബ്ജക്ട്സിനും നിങ്ങൾക്ക് മാത്രമായിട്ട് IT സബ്ജക്ട്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ എക്സ്ക്ലൂസീവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പെർട്ട് ഫാക്കൽറ്റീസിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട കംപ്ലീറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ്. സോ താല്പര്യമുള്ളവർ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യാണ്ട് നിൽക്കരുത്. എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. നമുക്ക് ഒരുമിച്ച് ഈ ഒരു പോസ്റ്റിലേക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് വേണ്ട എല്ലാ അസിസ്റ്റൻസും നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാം. സോ കൂടുതൽ വിവരങ്ങളായിട്ട് ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോസ് നമുക്ക് കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, സീ യു.